ലൈവ് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള റൗണ്ട്, ഡെൻ ടീമിന്റെ റൗണ്ട്. ഇതിൽ നമ്മുടെ സായി മെയിൻ ആയിട്ടും പറയുന്ന ഒരു കാര്യമാണ്, ജിൻഡോ ഇസ് മൈ ടാർഗറ്റ്. ജിൻഡോ പുള്ളിയുടെ ടാർഗറ്റ് ആണ്. മുന്നോട്ട് പോകുമ്പോൾ എന്റെ രീതിയിലുള്ള സ്ട്രാറ്റജി ഇറക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ജിൻഡോ. അതുകൊണ്ട് ജിൻഡോ എന്റെ ടാർഗറ്റ് ആണ് എന്ന് സായി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ജിൻഡോയും പറയുന്നുണ്ട് സായി ആണ് എന്റെ ടാർഗറ്റ് എന്ന്. അതുകൊണ്ട് ഇവർ രണ്ടുപേരുമാണ് പരസ്പരം അവരുടെ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഇവർ രണ്ടുപേരുമാണ്. രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് കാണാൻ നമുക്ക് കാത്തിരിക്കാം. പിന്നെ ജിൻഡോയുടെ ഒരു മാരക ഗെയിം ഞാൻ കണ്ടു റസ്മിനെതിരെ. അന്ന് ഇവര് രണ്ടുപേരും പവർ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആണെന്നാണ് എന്റെ ഓർമ്മ. യമുന, അർജുൻ, ശരണ്യ എന്നിവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യണമായിരുന്നു പവർ ടീമിലേക്ക്. അപ്പോ ജിൻഡോ പറയുന്നു റസ്മിൻ പറഞ്ഞിട്ടാണ് അർജുനെ എടുത്തത്, ശരണ്യനെ എടുക്കാനായിരുന്നു എനിക്ക് താല്പര്യം എന്ന് ജിൻഡോ പറയുന്നു. അത് ജിൻഡോ പറഞ്ഞത് അർജുൻ ഇപ്പോഴും പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ അർജുൻ, റസ്മിൻ ഇവർ രണ്ടുപേർക്കും വെടികൊണ്ടു. റസ്മിൻ അർജുനോട് ഫേവർസും കാണിച്ചു വന്നതും തെളിഞ്ഞു ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോ അർജുനും റസ്മിനും ഒന്നും പറയാനില്ല ജിൻഡോ ഇത് പറഞ്ഞപ്പോ. കൂടുതലൊന്നും ജിൻഡോയുടെ മണ്ടയ്ക്ക് കയറാൻ പോകുന്നില്ല. വയൽക്കാടുകൾ കൊടുത്ത ക്ലൂകൾ ആ രീതിയിലുള്ളതായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ നോറ പെട്ടെന്ന് ജിൻഡോയിലേക്ക് പ്ലേറ്റ് തിരിച്ചിട്ടുണ്ട്. ഗബ്രിയാണ് യോഗ്യതയില്ലാത്തത് എന്ന് പറയുന്നുണ്ട്. കാരണം ഒരേപോലെ തെറി പറഞ്ഞ രണ്ട് പേരാണ് ഇവർ രണ്ടുപേരും. തെറ്റ് ചെയ്ത രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. അപ്പൊ ഗബ്രിക്ക് പവർ കിട്ടി സേഫ് ആവുകയും അതേസമയം ജിൻഡോയെ ഗബ്രി അടങ്ങുന്ന പവർ ടീം നോമിനേഷനിലേക്ക് തള്ളി വിടുന്നു. അത് അൺഫെയർ ആണ് എന്ന് നോറ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നല്ലൊരു പോയിന്റ് ആയിരുന്നു അത്. നോറ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. പിന്നെ സായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയമാണ് ഗബ്രി നോറേനെ കൊഞ്ഞനം കുത്തി കാണിച്ചു എന്നത്. അപ്പൊ അഭിഷേക് പറയുന്നു പവർ ടീം ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന്. അപ്പൊ ഗബ്രി പറയുന്നു ഞാനൊരു ഇൻഡിവിജ്വൽ കൂടിയാണ്. അഭിഷേക് പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ഡെൻ ടീമിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഗബ്രി. അപ്പൊ സായി പറയുന്നുണ്ട് നിനക്ക് പവർ ബാഡ്ജ് ഉണ്ട്, ഉടനെ ഗബ്രി കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് ഒരു തെറ്റാണോ? അപ്പൊ സായി പറയുന്നു അതൊരു റിയാക്ഷൻ ആണ് എന്ന്, അത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നു. കൊഞ്ഞനം കുത്തുന്നത് വലിയ തെറ്റല്ല എന്ന് സായി തന്നെ ലാസ്റ്റ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിൽ അത് എന്തിനാണ് ഇവിടെ എടുത്ത് ഇട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സായിക്ക് ആവേശം കൂടി പോയി കിളി പോയതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും സായിക്ക് റൗണ്ടിൽ സംഭവിച്ചത്. പിന്നെ ഇത് കഴിഞ്ഞ് ക്യാപ്റ്റൻ ജാസ്മിൻ സായി നന്ദനെ കുറിച്ച് എന്തോ പറഞ്ഞതായിട്ട് പറഞ്ഞു. സായി ആകെ ചമ്മിപ്പോയി. കാരണം ജാസ്മിൻ അത് എടുത്തിടുമെന്ന് പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് സായി ഉരുണ്ടു മറിയുന്നൊക്കെ ഉണ്ട് അവിടെ നിന്ന്. നന്ദനെ ഫേസ് ചെയ്യാൻ പറ്റാതൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ റൗണ്ട് അവസാനിക്കുന്നുണ്ട്. അലസമായിട്ടുള്ള ഒരു ഉറക്കം തൂങ്ങിയ റൗണ്ടായിട്ടാണ് എനിക്ക് ഈ റൗണ്ട് അനുഭവപ്പെട്ടത്. വലിയ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് ഒരു കാര്യവും ഇല്ലാതായി പോയി. ജിൻഡോ കുറെ നല്ല പോയിന്റുകൾ പറഞ്ഞു, നോറ നല്ല പോയിന്റ് പറഞ്ഞു, അഭിഷേക് നല്ല പോയിന്റ് പറഞ്ഞു എന്നല്ലാതെ ബാക്കി രണ്ടുപേരും പോക്കായിരുന്നു ഈ റൗണ്ടില്. എന്തായാലും ഈ ടാസ്ക് ഏറ്റവും നന്നായി ചെയ്തത് നമ്മുടെ നെസ്റ്റ് ടീമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഈ ഒരു ടാസ്ക് ജയിച്ചത് ടണൽ ടീമാണ്. നമ്മുടെ പൂജയുടെ ഒക്കെ ആ ഒരു ടീമാണ് ജയിച്ചത്. ടാസ്ക് അവസാനിച്ചു. ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയതും ടണലാണ്. ഡെന്നിന് പോയിന്റ് ഒന്നുമില്ല. നെസ്റ്റ് ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത്. 2 പോയിന്റ് ആണ് നെസ്റ്റിന് കിട്ടിയത്. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.